ലഹരിക്കെതിരായ വിദ്യാർത്ഥികളുടെ സൂംബ ഡാൻസ് ഇന്ന് വൈകിട്ട് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. വിവരങ്ങളുമായി സൂര്യഗായത്രിയാണ് ചേരുന്നത്. സൂര്യ, ഈ ഒരു പരിപാടി വൈകിട്ട് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ പല ഭാഗങ്ങളിൽ നിന്നും പ്രതിഷേധ സ്വരങ്ങളും കൂടി ഉയരുന്നുണ്ട്. എങ്ങനെയാണ് വിവരങ്ങൾ? കാളിദാസ്, വലിയ വിമർശനമുയർത്തുന്നത് കോൺഗ്രസ് അധ്യാപക സംഘടനയായിട്ടുള്ള KPST തന്നെയാണ്. അതായത് ലഹരിക്കെതിരായിട്ട് വിദ്യാർത്ഥികളുടെ സൂംബ ഡാൻസ് ആണ് ഇന്ന് വൈകിട്ട് നടക്കുന്നത്. തിരുവനന്തപുരം ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ വെച്ചാണ് പരിപാടി നടക്കുന്നത്. മുഖ്യമന്ത്രി തന്നെയാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. മറ്റ് മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്യും. കഴിഞ്ഞ ദിവസമാണ് ഈ സൂംബയിൽ പങ്കെടുക്കാനെത്തുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസ വകുപ്പ് ടീഷർട്ട് വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തന്നെയാണ് ടീഷർട്ട് പ്രകാശനം ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ടീഷർട്ടിൽ മുഖ്യമന്ത്രിയുടെ മുഖമുണ്ട് എന്നുള്ളതാണ് വലിയ വിമർശനങ്ങൾക്ക് ഇപ്പോൾ വഴിവെക്കുന്നത്. രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി കുട്ടികളെ ഉപയോഗിക്കുന്നത് അപലപനീയമാണ് എന്നുള്ളതാണ് KPST ഇന്നലെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ആ ടീഷർട്ട് പിൻവലിക്കണമെന്നുള്ളൊരു ആവശ്യം KPST വിദ്യാഭ്യാസ വകുപ്പിനോട് തന്നെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ലഹരിക്ക് എതിരായിട്ടുള്ള പ്രചാരണത്തിന് വേണ്ടി ചേർന്ന ഉന്നതതല യോഗത്തിൽ മുഖ്യമന്ത്രി തന്നെയാണ് സൂംബ എന്നുള്ള ഒരു ആശയം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ആശയം മുന്നോട്ട് വെച്ചത് മുഖ്യമന്ത്രിയാണ് എന്ന് കരുതി കുട്ടികൾക്ക് നൽകുന്ന ടീഷർട്ടിൽ മുഖ്യമന്ത്രിയുടെ മുഖം വെക്കേണ്ടിയിരുന്നില്ല എന്നുള്ള വിമർശനമാണ് KPST ഉപയോഗിക്കുന്നത്. ജില്ലയിൽ നിന്ന് ഏകദേശം 1500ഓളം കുട്ടികൾ ഇന്നിപ്പോൾ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന സൂംബ പരിപാടിയിൽ പങ്കെടുക്കും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. ഈ കുട്ടികൾക്കൊക്കെ തന്നെ മുഖ്യമന്ത്രിയുടെ മുഖം വെച്ചുള്ള ടീഷർട്ട് നൽകുന്നത് അത് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാണ് എന്നുള്ള കടുത്ത വിമർശനം KPST ഉന്നയിക്കുന്നുണ്ട്. ആ ടീഷർട്ട് പിൻവലിക്കണം എന്നുള്ളൊരു ആവശ്യം ഉൾപ്പെടെ KPST മുന്നോട്ട് വെച്ചിട്ടുമുണ്ട്. KPST മാത്രമല്ല, പല കോണുകളിൽ നിന്നും വലിയ വിമർശനം ഈ ടീഷർട്ടിനെതിരെ ഉയരുകയും ചെയ്യുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് KPST തന്നെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു വിമർശനം, ഈ PM ശ്രീ പദ്ധതിയിലൊക്കെ തന്നെ കേന്ദ്രവുമായിട്ട് കൈകൊടുക്കാൻ സംസ്ഥാന സർക്കാർ വിമുഖത കാട്ടുന്നതിന്റെ ഒരു കാരണം അത്തരത്തിൽ പദ്ധതിയുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ സ്കൂളുകളിൽ ഉൾപ്പെടെ പ്രധാനമന്ത്രിയുടെ മുഖം വെക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ വക എന്നൊക്കെയുള്ള ബോർഡ് വെക്കേണ്ടതായിട്ട് വരും. ആ നിർദ്ദേശം ഉൾപ്പെടെ പരിഗണിക്കണം എന്ന് കരുതിക്കൊണ്ടാണ് PM ശ്രീ പദ്ധതി കൈകൊടുക്കാനുള്ള ഒരു വിമുഖത സർക്കാർ കാണിക്കുന്നത്. അത്തരത്തിലൊരു സമീപനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടാകും. ഇത്തരത്തിലുള്ള പരിപാടികളിൽ മുഖ്യമന്ത്രിയുടെ മുഖം വെച്ചുകൊണ്ടുള്ള ടീഷർട്ട് ഉൾപ്പെടെ ഇറക്കുന്നത് അത് എന്തടിസ്ഥാനത്തിലാണ് എന്നുള്ള ചോദ്യം ചോദിക്കുന്നുണ്ട് KPST ഉൾപ്പെടെയുള്ളവർ. എന്തായാലും ഇന്ന് വൈകിട്ടാണ് ഈ പരിപാടി നടക്കുന്നത്. ഇതുവരെയും ടീഷർട്ട് പിൻവലിച്ചു എന്നുള്ള ഒരു മറുപടി വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് KPST അറിയിച്ചിട്ടുള്ളത്. കടുത്ത പ്രതിഷേധം KPST അറിയിക്കുന്നുണ്ട്. ആ ടീഷർട്ട് പിൻവലിക്കണം എന്നുള്ളൊരു ആവശ്യത്തിൽ തന്നെയാണ് കോൺഗ്രസ് അധ്യാപക സംഘടന ഇപ്പോൾ നിലകൊള്ളുന്നത്. ഏകദേശം 1500ഓളം കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ വിപുലമായിട്ട് ലഹരിക്കെതിരെ നടത്തുന്ന പരിപാടി, അതിൽ ഇത്തരത്തിൽ ഒരു മുഖ്യമന്ത്രിയുടെ പടം വെച്ചുകൊണ്ടുള്ള ടീഷർട്ട് ആയിരുന്നില്ല കുട്ടികൾക്ക് നൽകേണ്ടിയിരുന്നത് എന്നുള്ള വിമർശനമാണ് ഉയർത്തുന്നത്. മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു ആശയം മുന്നോട്ട് വെച്ചതിന് പിന്നാലെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടെ സൂംബ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായിട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് പോയി കഴിഞ്ഞു. കുറച്ചധികം ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഇന്നിപ്പോൾ നടക്കാനിരിക്കുന്ന മെഗാ സൂംബ പരിപാടിക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളൊക്കെ തന്നെ ജില്ലയിൽ തുടങ്ങിയതാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് അത്തരത്തിൽ എല്ലാവരെയും ക്ഷണിക്കുകയും ഒക്കെ ചെയ്ത അതിവിപുലമായിട്ട് നടത്തുന്ന ഒരു പരിപാടിയാണ്. ആ പരിപാടി രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിച്ചു എന്നുള്ള വിമർശനമാണ് പല ഭാഗത്തു നിന്നായി ഇപ്പോൾ ഉയരുന്നത്. എന്തായാലും ഇതുവരെയും ടീഷർട്ട് പിൻവലിച്ചതായിട്ടുള്ള ഒരു മറുപടി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് KPST ഭാരവാഹികൾ അറിയിക്കുന്നത്. ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രിയാണ് മെഗാ സൂംബ തിരുവനന്തപുരത്ത് നടക്കുന്ന ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നത്. ശരി സൂര്യ, എന്തായാലും കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടനയായ KPSTയുടെ ഈ ഒരു സംഭവത്തിലെ പ്രതികരണം കൂടി നമുക്കൊന്ന് കേൾക്കാം. വ്യക്തമായ ഒരു ലക്ഷ്യത്തിലൂടെ മുന്നോട്ട് പോകേണ്ട ഒരു സാധനമാണ് PM ശ്രീ പദ്ധതി പോലെയുള്ള സംഭവങ്ങളിൽ. പ്രധാനമന്ത്രിന്റെ ചിത്രം വെക്കണം എന്ന് പറഞ്ഞിട്ട് ഇത്രയും കാലം ഒപ്പിടാണ്ട് ഏതാണ്ട് 1000-ലധികം കോടി ഉറുപ്പിക നഷ്ടപ്പെടുത്തിയ ഒരു ഗവൺമെന്റാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അതിന്റെ നിജസ്ഥിതികളും മറ്റു സാധനങ്ങളൊക്കെ ബാക്കി കാര്യങ്ങളൊക്കെ യുക്തിയും സാധനങ്ങളൊക്കെ പരിശോധിക്കണം. എന്നാലും പ്രാഥമികമായി പറഞ്ഞൊരു കാര്യം അതാണ്. അപ്പൊ അവിടെയാണ് ഈ 1500-ലധികം കുട്ടികളെ ഈ പിണറായി വിജയന്റെ ചിത്രവും ധരിപ്പിച്ചിട്ട് പരിപാടിയിൽ അതും ചുവപ്പിലടിച്ചിട്ട്
ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കുന്നത്. KPST ശക്തമായി എതിർക്കുകയും ചെയ്യുന്നു. കുട്ടികളെ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ രാഷ്ട്രീയ പ്രചരണത്തിന് ഉപയോഗിക്കുന്ന രീതിയിനോട് KPST ശക്തമായ വിയോജിപ്പാണ്.